നമ്മളിപ്പോൾ നല്ല 4K അത്ര ദൂരം സൂമുള്ള മൊബൈൽ ഫോണുകളാണ് ആളുടെ കയ്യിൽ ഇരിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു ഹോട്ടലിലൊരു മൂലയ്ക്കിരുന്ന് ഭക്ഷണം കഴിച്ച് വീട്ടിലെത്തി 10 മിനിറ്റ് കഴിയുമ്പം നമ്മൾ നോക്കുമ്പം നമ്മൾ ഫാമിലിയായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും സാധാരണക്കാരനെ പോലെ ഭക്ഷണം കഴിക്കുന്ന പിഷാറിനെ കണ്ടോ എന്ന് പറഞ്ഞാൽ എന്താ പറയാൻ പറ്റും. പിന്നെ ഞങ്ങളൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിട്ടാണ് ഞങ്ങൾക്ക് ചോറ് വരി തന്നെ എന്ന് പറഞ്ഞ് നാട്ടുകാർ കമൻറ്റ് വിടും. വെറുതെ വെള്ളം കുടിക്കുമ്പോൾ ഒരു ദിവസമായിട്ട് സാധാരണക്കാരനെ പോലെ വെള്ളം കുടിക്കുന്ന പിഷാറിനെ കണ്ടോ വെച്ചാൽ എന്ത് പറയാനാണ്. നമ്മളെ നാട്ടുകാരെ കൊണ്ട് ചീത്തവിളി കേൾപ്പിക്കുക, അവരുടെ റീച്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ ഞാനൊരിടത്ത് പറഞ്ഞതല്ല, ഇവരത് കൃത്യമായിട്ട് മാനിപ്പുലേറ്റ്, ഒന്നുകിൽ ജനങ്ങളെ ഇതിൻ്റെ ബോധവൽക്കരിക്കണം. അത് ചെറിയൊരു കാര്യമല്ല, അത് ബോധവൽക്കരിച്ച് എത്തുക എന്ന് പറയുന്നത് എത്തൂല, അത്ര ഉണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു ദിവസം ഞാനൊരു ഇൻ്റർവ്യൂ പറഞ്ഞതാണ്, മഞ്ജു വാര്യരുടെ ഫോട്ടോ ഇട്ടിട്ട് നവ്യ നായരെ കാണാൻ എന്ത് സുന്ദരിയാണല്ലേ എന്ന് ക്യാപ്ഷൻ ഇടും. അപ്പോൾ കുറേ പേര് വന്നിട്ട് ഇത് മഞ്ജു വാര്യരാന്ന് കമൻറ്റ് ഇടുന്നു. കുറച്ച് പേര് വന്നിട്ട് കമൻറ്റ് ഇടുകയാണ്, എടാ ഇത് നിന്നെ പറ്റിക്കുകയാണ്, നീയൊക്കെ കമൻറ്റ് ഇടാൻ വേണ്ടിയാണ് കമൻറ്റ് ഇട്ടതെന്ന് പറഞ്ഞാൽ ഇവൻ കമൻറ്റ് ഇടും. ഇവനൊക്കെ ഒറ്റ കുഴിയിലാണ് കിടക്കണത്. തിരുത്താൻ വന്നവനും അതേ കുഴിയിലാണ് കിടക്കുന്നത്, എഴുതിയവനും ഇതേ കുഴിയിലാണ് കിടക്കുന്നത്. റീച്ച് ഉണ്ടാക്കുക, എൻഗേജ്മെൻറ്റ് ഉണ്ടാക്കുക, അതൊക്കെ നിർദോഷകരമായി ഇതൊക്കെ ആൾക്കാരുടെ കയ്യിലുള്ളപ്പോൾ നടക്കുന്നു. ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആളാണ്. ഇന്നലെ ആ സമയം അത്രയും രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്. അത്രയും മനസ്സ് വേദനിച്ചിട്ടാണ് ഈ മാധ്യമ പ്രവർത്തനവും ഈ ഓൺലൈൻ കാര്യം. എല്ലാവരും പലരും നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, സഹപ്രവർത്തകരുണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ സിനിമയുടെ പ്രൊമോഷനെ സഹായിക്കുന്നവരുണ്ട്. പല കാര്യങ്ങളിലും ആനുകാലികം എന്നുള്ള വാക്കിപ്പില്ലല്ലോ, നിമിഷമേ ഉള്ളൂ, അത് അപ്പം തന്നെ ജനങ്ങളിൽ എത്തിക്കുന്നുണ്ട്. അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെയൊക്കെ 100% അഭിനന്ദിക്കുന്നു, അതെല്ലാം 100% അംഗീകരിക്കുന്നു. നല്ല കാര്യങ്ങളെക്കുറിച്ചോ ആ പ്രസ്ഥാനങ്ങൾ കൂട്ടിക്കെട്ടണമെന്നോ ഒന്നുമല്ല പറയുന്നത്. ഇത് ചില സന്ദർഭങ്ങളിൽ ഒരു വിവേകപൂർണമായ പെരുമാറ്റം, ഒരു അഗ്രസീവായി കണ്ടന്റ് എടുക്കാനുള്ള ശ്രമത്തിൽ നിന്ന് ഇവരൊന്ന് പിന്മാറുകയും ഗവൺമെൻറ് തലത്തിൽ ഇത് ലൈസൻസ്ഡ് ആകുകയും ചെയ്യുന്നത് വളരെ നല്ലതാണെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഞാൻ ഒരാൾ പറഞ്ഞു ഇവിടെ നിങ്ങൾ എന്തുകൊണ്ടാണ് എന്തെങ്കിലും എന്നാണ്, അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ മാധ്യമ സ്വാതന്ത്ര്യം നിങ്ങൾ സാറ്റലൈറ്റ് ചാനലുകാരെല്ലാം അങ്ങനെ തന്നെ സെറ്റും ചെയ്തു. ടൗൺ ഹാളിലും സലീമേട്ടൻ്റെ വീട്ടിലും നമ്മളത് ചെയ്തിട്ടുണ്ട് സാർ. നിങ്ങൾക്കൊരു ട്രൈപോഡും സ്റ്റാൻഡും ക്യാമറയൊക്കെ ഉണ്ട്, ഇതത് വേണ്ട, ഇത് പോക്കറ്റ് ഇട്ടുകൊണ്ട് വരുന്ന ആൾ മാധ്യമപ്രവർത്തകനാണോ ആരാണോ? ഞാൻ അതാ പറഞ്ഞു, ഇത് മാധ്യമപ്രവർത്തനം മാത്രമല്ല, കാഴ്ചക്കാർ കംപ്ലീറ്റ് വിഷ്വലാണ്. നമ്മൾ ഇവൻസോ ഹാപ്പിനെസ്സോ ആയിക്കോട്ടെ, ഇത് ഡോക്യുമെൻ്റ് ചെയ്യുകയാണ്. എച്ച് ആൻഡ് എവരി മൊമെൻ്റ് ഇവർ ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതൊക്കെ ഒന്ന് മാറ് എന്നൊരു 10 പ്രാവശ്യം പറഞ്ഞാൽ മാറുമെന്ന് വിചാരിക്കുകയാണല്ലോ. അവിടെ നമ്മൾ കയറ് കെട്ടി തിരിച്ച് പിന്നെ മാറുമെന്ന് പറയുന്നതോ നമ്മൾ ചില സന്ദർഭങ്ങളിൽ നമ്മൾ കാണൂല. നമ്മൾ നടക്കുമ്പം നമ്മൾ 1 മണിക്കൂർ ഇരുന്നതിനകത്തുനിന്ന് 1 മിനിറ്റ് ആയിരിക്കുമല്ലോ ഇതിനകത്ത് വരുന്നത്. ചിലപ്പോൾ ഒരു ചെറിയ കുട്ടി ചിലപ്പോൾ ഷെയ്ക്കാൻ്റെ വരും, നമ്മളിത് കണ്ടോളുന്നില്ല. അത് മാത്രം മുറിച്ചിട്ടാലും നമ്മളിത് കണ്ടില്ല, നമ്മൾ ചീത്തയാക്കണം. ശരി, ഇത് കേട്ടോളാം. ഇതൊരു അഭ്യർത്ഥനയായിട്ട് കണ്ടാൽ മതി. ഞാനൊരു വലിയ ഇത് പറയുന്നതല്ല. അത് ഞാൻ പറഞ്ഞ പോലെ ഓൺലൈൻ മാധ്യമങ്ങളെ എല്ലാവരും ഉപയോഗിക്കുന്നു, എല്ലാ സിനിമയുടെ പ്രൊമോഷനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, അതിലവർ സഹായിക്കുന്നുണ്ട്, ഒന്നുമില്ല. പിന്നെ ഞാനീ പറഞ്ഞതുപോലെ ഇത് ഞാനൊരു മാധ്യമങ്ങളെ വെറുപ്പിച്ചു അങ്ങനെയുള്ള ചിന്തയിലല്ല. അവരെല്ലാവരും ചിലപ്പോൾ ഒരു കാര്യം കേട്ടാൽ തിരുത്താൻ തയ്യാറാകുന്ന മനുഷ്യർ തന്നെയാണ്. ചിലപ്പോൾ ആരെങ്കിലും ഒരാൾ പറയുമ്പോൾ അതിൽ നിന്നൊരു 10 പേർക്കെങ്കിലും അങ്ങനെ ഒരു ബോധ്യം ഉണ്ടാകും, 10 കാഴ്ചക്കാർക്കെങ്കിലും അങ്ങനെ ഒരു ബോധ്യം ഉണ്ടാകും. അതുണ്ടാകാൻ ഞാൻ കാരണം പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ഇനി 10 ചീത്ത കേട്ടാലും കുഴപ്പമില്ല എന്ന് ഓർത്തിട്ടാണ് ഇത് പറയുന്നത്. കാരണം പ്രൊഫഷണലായിട്ട് ഇത് ചെയ്യുന്ന, വർഷങ്ങളായിട്ട് ജേർണലിസം പഠിച്ച അതൊന്നുമല്ല. ഇവരൊരു വേറൊരു സംഘം ആളുകൾ ഇതിൽ ഇടപെടുന്നുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്.